നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തിജീവിതത്തിൽ ജനാധിപത്യം എത്രമാത്രം ആവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം. വ്യക്തിജീവിതത്തിൽ നാം ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം, തീരുമാനങ്ങളിൽ പങ്കാളിത്തം, അല്ലെങ്കിൽ സാമൂഹിക രീതിയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട തുല്യ അവകാശം എന്നതൊക്കെയാണ്. വ്യക്തിപരമായ നിലയിൽ ഓരോരുത്തരും ജീവിതത്തിൽ തീരുമാനം സ്വതന്ത്രമായി എടുക്കാൻ കഴിവുള്ളവരാകണം. എന്നാൽ എല്ലായിടത്തും ജനാധിപത്യം നടപ്പിലാക്കണമെന്നുള്ള ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ട്. കാരണം ചില സാഹചര്യങ്ങളിൽ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും വേണ്ടിവരുന്നു എന്നുള്ളത് തന്നെ. ഉദാഹരണത്തിന്, കുട്ടികൾ ജോലിസ്ഥലത്തെ മാനദണ്ഡങ്ങൾ, നിയമം എന്നിവ പാലിക്കേണ്ടവരാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യം വ്യക്തിയുടെ ഉത്തരവാദിത്വവും ജാഗ്രതയും കൂടെ വരുമ്പോഴാണ്. സ്വതന്ത്രത ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അവകാശം ലംഘിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകണം. ജീവിതത്തിൽ ജനാധിപത്യം നിർബന്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ അത് ചിന്താപൂർവവും ആയിരിക്കണം എന്നതാണ് സത്യം. പക്ഷേ തീരുമാനത്തിൻ്റെ ഫലം മറ്റുള്ളവരെയും ബാധിക്കുന്നുവെങ്കിൽ അവരുടെ അവകാശവും അഭിപ്രായവും നാം പരിഗണിക്കണം. സാമൂഹിക ഇടപെടലുകളിൽ ഒരു ഉദാഹരണത്തിന്, റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവരുടെ സുരക്ഷ പരിഗണിച്ച് നമ്മൾ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ മുഴുവൻ സ്വന്തം ഇഷ്ടം ചെയ്യൽ ആകാൻ പാടില്ല. അതൊരു ജനാധിപത്യമല്ല. ജനാധിപത്യം നിയന്ത്രിതവും ചിന്താപൂർവവും ആയിരിക്കണം. സ്വന്തമായ അഭിപ്രായം എല്ലാവർക്കും ആവശ്യമാണ്. ഇത് ആശയവിനിമയം ശക്തമാക്കുന്നതിന് നല്ലതാണ്. പക്ഷേ നിർദ്ദേശങ്ങൾ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിൽ ആകുമെങ്കിൽ അതിനെ നിയന്ത്രിച്ചേ മതിയാകുള്ളൂ. കുട്ടികൾക്കും ബന്ധുക്കൾക്കും പങ്കാളിത്തം നൽകുന്ന വിധം ജനാധിപത്യം ആവശ്യമാണ്. എന്നാൽ വ്യക്തി മനസ്സിലുള്ള കരുതലുകളും പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ ജനാധിപത്യം അത്യാവശ്യമാണ്. കാരണം അത് സ്വാതന്ത്ര്യം, തുല്യ അവകാശം, അഭിപ്രായ വിനിമയം എന്നിവ ഉറപ്പാക്കുന്നു. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ഉത്തരവാദിത്വം, മാന്യമായ നിയന്ത്രണം, മറ്റുള്ളവരുടെ അവകാശബോധം കൂടെ ഉണ്ടായിരിക്കണം. ഇത് വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.